തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. 2015 വിഭജിച്ച വാർഡുകളിൽ പുനർവിഭജനമാകാമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേർന്നുണ്ട്. സാലി, രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ വന്നൊരു സംഭവം കൂടിയായിരുന്നു ഇത്. തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ നിലപാടിനെ ബാധിക്കും, LDFനെ രൂക്ഷമായി തന്നെ ബാധിക്കും. ഇത്തരത്തിൽ സർക്കാരിന്റെ നിലപാട്, അതായത് 2015 വിഭജിച്ച വാർഡുകളിൽ പുനർവിഭജനമാകാമെന്നായിരുന്നു. അത്തരത്തിൽ പുനർവിഭജിക്കാനുള്ള നടപടികളിലേക്ക് പോവുകയായിരുന്നു സർക്കാർ. അതിനിടയിലാണ് വലിയ രീതിയിലുള്ള വിമർശനം വരുന്നതും അത് വീണ്ടും ഹൈക്കോടതിയുടെ അപ്പീലിലേക്ക് വരുമ്പോൾ, ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ എത്തുമ്പോൾ ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് എന്തൊക്കെ? അതായത് 8 പഞ്ചായത്തുകളിലെയും ഒരു നഗരസഭയിലെയും കൊടുവള്ളി, ഫറൂഖ്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റികളിൽ എന്നീ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും വാർഡ് വിഭജനമായിരുന്നു സിംഗിൾ ബെഞ്ച് മുമ്പ് റദ്ദാക്കിയത്. അത് ഒരു UDF നേതാക്കന്മാർ, ഈ പ്രദേശത്തെ UDF നേതാക്കന്മാർ ഹൈക്കോടതി സമീപിച്ച് ഇങ്ങനൊരു വാർഡ് വിഭജനം നടത്താൻ സർക്കാരിന് അനുമതിയില്ല, അധികാരമില്ല എന്നതായിരുന്നു വാദം. കാരണം 2015 വാർഡ് വിഭജനം നടത്തിയതാണ്. 2015 ശേഷം 2021 സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ 2011 സെൻസസ് അടിസ്ഥാനത്തിൽ ഒരു വാർഡ് വിഭജനം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ 2024 അതേ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പുനർവാർഡ് വിഭജനം സാധ്യമാകില്ല. അതായിരുന്നു ഹർജിക്കാരുടെ വാദം. അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പം വാർഡ് പുനർവിഭജനം അന്ന് സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. അതിനുശേഷം പറഞ്ഞു സർക്കാരിന് വാർഡ് വിഭജന നടപടികളുമായി മുന്നോട്ട് പോകാം. അത് സർക്കാരിൻ്റെയും നിയമസഭയുടെയും അധികാരമാണ്. അതിൽ ഒരു തരത്തിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനസംഖ്യയൊക്കെ ആനുപാതികമായി പലയിടങ്ങളിലും വാർഡ് വിഭജനം സർക്കാർ നടത്തിയിരുന്നു. അത് ചോദ്യം ചെയ്ത് UDF രംഗത്തെത്തിയിരുന്നു. ആ സർക്കാരിന് അനുകൂലമായിട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നതൊക്കെ ഉള്ള ആക്ഷേപമായിരുന്നു UDF ഉന്നയിച്ചത്. അത് കോടതിയിലും എത്തിച്ചു. കോടതിയിൽ സിംഗിൾ ബെഞ്ച് വാർഡ് വിഭജനം റദ്ദാക്കി. സാങ്കേതികമായ കാരണമാണ് പറഞ്ഞിരുന്നത്. 2021 സെൻസസ് നടക്കാത്തത് കൊണ്ട് വാർഡ് വിഭജനം ഇപ്പം നടത്താൻ പറ്റില്ല എന്നായിരുന്നു കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് അക്കാര്യത്തിൽ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കി. ഇതെല്ലാം നിയമസഭയുടെ അധികാരമാണ്. നിയമസഭയ്ക്ക് അതിന് അധികാരമുണ്ട്. വാർഡ് വിഭജനം എപ്പോൾ നടത്തണമെന്ന് സർക്കാരിന് തീരുമാനിക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, അതായത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരം വാർഡ് വിഭജനങ്ങളിലേക്കൊക്കെ കടക്കുക. ഇനി ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ വർഷം അവസാനത്തോടു കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അതിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും. നേരത്തെ ഈ സംഭവം റദ്ദാക്കുമ്പോൾ UDF നേതാക്കൾ അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നൊക്കെ സർക്കാരിനെതിരെ വരുന്ന രൂക്ഷമായ വിമർശനം എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായ ഒരു നേട്ടം സൃഷ്ടിക്കാനായി ഇത്തരത്തിൽ വാർഡ് വിഭജനം നടത്തുന്നു, അതിനെ അനുകൂലിക്കില്ല എന്നത് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി പോകുന്നതും അത് റദ്ദാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കൃത്യമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിരീക്ഷണം വരുന്നു. 2015 വിഭജിച്ച വാർഡുകളിൽ പുനർവിഭജനമാകാമെന്ന് അതിലൊരു വ്യക്തത വരുത്തുകയാണ് ഹൈക്കോടതി. തീർച്ചയായും, അതായത് കോടതി പരിശോധിച്ചതിന്റെ ലീഗൽ പോയിന്റാണ്, നിയമവശമാണ്. വാർഡ് പുനർവിഭജനത്തിന് സർക്കാരിന് നിയമസഭയ്ക്കോ അധികാരമുണ്ടോ? അധികാരമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം സിംഗിൾ ബെഞ്ചിന് സംഭവിച്ച പാളിച്ച എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ സർക്കാരിന് അധികാരമുണ്ടോ, നിയമസഭയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ വീഴ്ച സിംഗിൾ ബെഞ്ചിന് വന്നിട്ടുണ്ട്. കാരണം ശരി, വ്യക്തമാണ് സാലി. തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറയുന്നു. 2015 വിഭജിച്ച വാർഡുകളിൽ പുനർവിഭജനമാകാമെന്ന് ഹൈക്കോടതി നിരീക്ഷണം. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.